അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകി. മിഥില ബാലൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങളാണ് മിഥില, വടക്കൻ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് നൽകുക. ഒപ്പം മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. ആദ്യം മിഥിലയിലേക്കാണ്. മിഥില, ഈ വടക്കൻ കേരളത്തിലാണ് ഈ ദിവസങ്ങളിൽ, അതായത് ഇന്നലെ എല്ലായിടത്തും തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ വടക്കൻ കേരളത്തിൽ കൂടുതൽ മഴ പെയ്യുന്നതിനുള്ള മുന്നറിയിപ്പുകളുണ്ട്. അവിടെ മഴയുണ്ടോ? കോഴിക്കോടാണ് മിഥിലയുള്ളത്. കണ്ണൂരിലെ വിവരങ്ങൾ കൂടി പറയും. സ്മിത, ഞാനുള്ളത് കണ്ണൂരിലാണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്നിപ്പോൾ റെഡ് അലർട്ട് ഉള്ളത്, അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. നിലവിലിപ്പോൾ കണ്ണൂരിൽ മഴയില്ല. ഇന്നലെ മഴയുണ്ടായിരുന്നു, പക്ഷേ അതിതീവ്ര മഴയായിരുന്നില്ല. ഇന്നിപ്പോൾ അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ രാവിലെ മഴയില്ല. അതേസമയം തന്നെ സ്കൂളുകൾക്ക് അവധിയുണ്ട്, മദ്രസ പഠന സ്ഥാപനങ്ങൾക്ക്, ഒപ്പം തന്നെ അംഗനവാടികൾക്കെല്ലാം അവധിയുണ്ട്. മാത്രമല്ല, വിനോദസഞ്ചാര മേഖലകളിലേക്ക് പോകുന്നവർക്ക് വിലക്കുണ്ട്. ക്വാറിയുടെ പ്രവർത്തനത്തിന് ഇന്ന് നിരോധനമുണ്ട്. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളതിനാൽ തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെല്ലാം തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. മലയോര മേഖലകളിലുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി വടക്കൻ കേരളത്തിൻ്റെ ഒരു പൊതു സാഹചര്യം എടുക്കുകയാണെങ്കിൽ മറ്റ് ജില്ലകളിലും അലേർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ സമാനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വടക്കൻ കേരളത്തിലുടനീളം. സ്മിത, മിഥില ബാലനാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. കണ്ണൂരിൽ ഇന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നലെയൊക്കെ തന്നെ നല്ല ശക്തമായ മഴ നമ്മൾ അവിടെ കണ്ടതാണ്. കണ്ണൂർ നഗരത്തിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിപാൽ കൂടി ചേരുന്നുണ്ട്. മനീഷ്, എന്താണ് ജില്ലകൾക്ക് പൊതുവായി നൽകുന്ന നിർദ്ദേശം? വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകാനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. 2 ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട്, 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഏതൊക്കെ മേഖലകൾ പ്രത്യേകമായി ജാഗ്രത പുലർത്തണം? വരും മണിക്കൂറുകളിലെ മഴയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? മനീഷ് മഹിപാൽ. ശ്രീജിത്ത്, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഇന്ന് അതിശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ്. അതിശക്തമായിട്ടുള്ള അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലുമാണ് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. റെഡ് അലേർട്ടുകളും, അതായത് 2 ജില്ലകളിൽ റെഡ് അലർട്ട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുമ്പോൾ വടക്ക് നിന്ന് തെക്കോട്ടാണ് മഴയുടെ തീവ്രത കുറഞ്ഞു വരുന്നത്. പക്ഷേ തെക്കൻ കേരളത്തിന് മുകളിലും ചക്രവാത ചുഴി ഉള്ളതുകൊണ്ട് തന്നെ തെക്കൻ കേരളത്തിലും അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. പരക്കെ സംസ്ഥാനത്ത് എമ്പാടും മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ കൂടി മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യതയുള്ളൂ. ഒപ്പം തന്നെ കാറ്റിൻ്റെ വേഗത 50 കിലോമീറ്ററിലധികം ആയതുകൊണ്ട് തന്നെ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മത്സ്യബന്ധനത്തിന് ഇന്ന് പോകരുതെന്നുള്ള മുന്നറിയിപ്പുണ്ട്. ഒപ്പം തന്നെ ഉയർന്ന തിരമാലയ്ക്ക് കൂടി സാധ്യതയുള്ളതുകൊണ്ട് തീരപ്രദേശത്ത് താമസിക്കുന്നവർ കൂടി ജാഗ്രത പാലിക്കണമെന്നുള്ള കാര്യം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ അണക്കെട്ടായ ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പ് നിലവിൽ 70.91% ഉയർന്നിട്ടുണ്ട്. 5 അടി കൂടി വെള്ളം ഉയർന്നാൽ അവിടെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു നിലയിലേക്ക് എത്തും. അങ്ങനെ മലയോര മേഖലയിലടക്കം മഴ കനക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ചക്രവാത ചുഴി നീങ്ങുന്നതനുസരിച്ചാണ് കേരളത്തിൽ മഴ മുന്നറിയിപ്പുകളും മാറി വരുന്നത്. ഇനിയിപ്പോൾ രാവിലെ പുതിയ മുന്നറിയിപ്പുകൾ വരും. മധ്യ കേരളത്തിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ജില്ലകളിലാണ് പൂർണ്ണമായും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുള്ളത്. തൃശ്ശൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. കണ്ണൂരിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള, അതായത് സ്കൂളുകൾക്ക് മാത്രമാണ് കണ്ണൂർ ജില്ലയിൽ അവധിയുള്ളത്. ഈ നിലയിലാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് അറിയിക്കുന്നത്. സ്മിത, ശ്രീജിത്ത്. മനീഷ് മഹിപാലാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.